ഫ്രണ്ട്സ്, ഇത് സ്വീറ്റൻ്റെ തന്നെ അടുത്ത ട്യൂട്ടറാണ്. 4 ഇഞ്ച് വലിപ്പമുള്ളൊരു ട്യൂട്ടറാണ്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് 100 വാട്ട് 4 ഓംസിലാണ് വരുന്നത്. നമുക്ക് 100 വാട്ട് വരെയുള്ള ഒരു ആമ്പിൽ നമുക്കിത് കൊടുക്കാം. ഒരു കുറച്ച് കൂടുതൽ വാട്ട് കൂടിയ ആമ്പിൽ വേണമെങ്കിലും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കപ്പാസിറ്റർ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല സൗണ്ട് എടുക്കുന്ന ഒരു ട്യൂട്ടർ തന്നെയാണ്. ഇതും പേപ്പറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പേപ്പറിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ട്യൂട്ടറാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടത് 3 ഇഞ്ച് വലിപ്പമുള്ള ട്യൂട്ടറായിരുന്നു. ഇന്ന് പരിചയപ്പെടുന്നത് 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു ട്യൂട്ടറാണ്. സ്വീറ്റൻ്റെ തന്നെ. സ്വീറ്റൻ അത്യാവശ്യം അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള നല്ലൊരു കമ്പനിയാണ് സ്വീറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവരെല്ലാ ഡീറ്റെയിലും അവർ പുറത്ത് വിടുന്നുണ്ട്. അവരുടെ സ്പീക്കേഴ്സിൻ്റെ ഡീറ്റെയിൽ എല്ലാം പുറത്ത് വിടുന്നുണ്ട്. അളവുകളെല്ലാം പുറത്ത് വിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല അളവിലുള്ള ബോക്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. മാച്ചിങ് ആയിട്ടുള്ള ബോക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ റിവ്യൂ ചെയ്ത 3 ഇഞ്ച് വലിപ്പമുള്ള ട്യൂട്ടറിനെ കാട്ടി കുറച്ചും കൂടെ ഒരു സൗണ്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പറിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് കാരണം തന്നെ കുറച്ചും കൂടെ ഒരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ അതിനെക്കാട്ടി കുറച്ചിട്ട് ഓക്കൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ സാധനം. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ 2.2 UFൻ്റെ കപ്പാസിറ്ററാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കപ്പാസിറ്റർ വ്യത്യാസം വരുത്തി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഷില്ലിങ് സൗണ്ടും വ്യത്യാസപ്പെടുത്താനും പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് വാങ്ങാനൊക്കെ കിട്ടും. അപ്പോൾ അതുപോലുള്ള നല്ല നെറ്റ്വർക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എടുത്തറിയാനായിട്ട് പറ്റും. നല്ല ഇത് നെറ്റ്വർക്കുകൾ വാങ്ങുകയാണെങ്കിൽ 2-way 3-way നെറ്റ്വർക്കുകളൊക്കെ നമുക്ക് കിട്ടും. അത് അത്യാവശ്യം നല്ലതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഷില്ലിങ് സൗണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഷില്ലിങ് മാത്രം മതി എന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അതുപോലുള്ള ഒരു നെറ്റ്വർക്ക് നിങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഫോസി ഓഡിയോയുടെ BT30D Pro എന്ന് പറയുന്നൊരു ആമ്പ് തന്നെയാണ്. ക്ലാസ് D ആമ്പാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പാട്ട് ഒന്നും കൂടെ ഒന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് എൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പീക്കർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ട്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അതിനെ കട്ട് ഒക്കെ ചെയ്തിട്ട് സ്പീക്കർ മാത്രം ട്യൂട്ടർ മാത്രം കേൾക്കുന്ന രീതിയിൽ ആക്കിത്തരാം. ഒരു സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത്. കണ്ടില്ലേ, 4 സൈഡിൽ. പിന്നെ ഇവിടെ ഒരു എഡ്ജ് കർവാണ് വരുന്നത്. അത്യാവശ്യം ഒരു ക്വാളിറ്റി കൊടുക്കുന്ന ഒരു ക്യാഷിനനുസരിച്ചിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഇവിടെ ട്രബിൾ ഞാനത് അല്പം കുറയ്ക്കുകയാണ്. ട്രബിൾ കുറച്ചിട്ടുണ്ട്. അടുത്ത ട്രബിൾ കൂട്ടുവാനായിട്ട് പോവുകയാണ്. അടുത്ത് ഞാൻ സ്പീക്കർ ഒന്ന് കട്ട് ചെയ്യണം. അതായത് സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്പീക്കർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ട്യൂട്ടർ കട്ട് ചെയ്തിരിക്കണം. അതായത് ഷില്ലിങ് സൗണ്ട് ട്രിബിൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിരിക്കണം. അടുത്ത ട്രിബിൾ ഞാനൊന്ന് കൂട്ടുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പേപ്പറിൻ്റെ അളവൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഓക്കൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ബോക്സൊക്കെ ഒരു 100 വാട്ടിൻ്റെയൊക്കെ ഒരു 3-way ബോക്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ട്യൂട്ടർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിന് വേണ്ടി അവരൊരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക്കിലുള്ള ജസ്റ്റ് ഇൻസുലേഷൻ പോലുള്ളൊരു കവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ സ്വീറ്റൻ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ 4 ഓംസ് 100 വാട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ പുറകിൽ നേരത്തെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സീറ്റിൻ്റെ പുറകിലുള്ളത് ഒരു മിഡ് പോലെയാണ് അവർ ഫുൾ കവേർഡായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിൽ സൗണ്ട് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ആ ഷില്ലിങ് സൗണ്ട് കുറച്ചും കൂടെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ആ ഒരു സൈഡ് ഇങ്ങനെ മൂടി വച്ചിട്ടുള്ളത്. മിഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ
SM ഇലക്ട്രോണിക്സിൽ ഡയറക്റ്റ് അവരിൻ്റെ ഡീലിംഗ് ചെയ്യുന്നുണ്ട്, ഒരു ഡീലറാണ് സ്വീറ്റൻ്റെ. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവരെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാവുന്നതാണ്. വിലയും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. വില കുറവ് തന്നെയാണ്. സ്വീറ്റൻ്റെ സൈറ്റിലുള്ളതിനെക്കാട്ടി നിങ്ങൾക്ക് വില കുറച്ച് പ്രോഡക്റ്റ് കിട്ടും. കേരളത്തിലോ തമിഴ്നാട്ടിലോ എവിടെ വേണമെങ്കിലും ഒരു പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക് യു.